ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ജെ.ഡി.യു സീറ്റ് ധാരണയായി. രണ്ടു പാർട്ടികളും ചേർന്ന് മത്സരിക്കുക 205 സീറ്റിലാണ്. സഖ്യകക്ഷികൾക്കായി 38 സീറ്റ് മാറ്റിവെച്ചു. മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന പ്രഖ്യാപനം ഇന്ന് നടക്കും. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ ചേരും. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരായ ഹർജികൾ സുപ്രീംകോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ അപ്പോൾ ഊർജിത പ്രചാരണത്തിലേക്ക് കടക്കാൻ പോകുന്നു മുന്നണികൾ. അതിന് മുന്നോടിയായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ. ഈ മഹാസഖ്യത്തിൽ സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ ബൽറാം? ഉന്മേഷ്, സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് ഇരു മുന്നണികളും. പട്നയിൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് സഖ്യങ്ങളുടെയും യോഗങ്ങൾ ചേരുകയാണ്. തുടർച്ചയായുള്ള യോഗങ്ങളാണ് ഇന്നലെയും ഇന്നുമായി പട്നയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ NDAയിലെ സീറ്റ് ധാരണ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. JDUവും BJPയും ചേർന്ന് 205 സീറ്റുകളിലായിരിക്കും മത്സരിക്കുക. ഏതാണ്ട് തുല്യ സീറ്റുകളിൽ തന്നെയായിരിക്കും രണ്ട് പാർട്ടികളും ചേർന്ന് ഇത്തവണ മത്സരിക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ സഖ്യകക്ഷികൾക്കായി 38 സീറ്റുകളാണ് മാറ്റിവെക്കാൻ ധാരണയായിരിക്കുന്നത്. അതിൽ ജതിൻ റാം മാഞ്ചിയുടെ HAM 6 സീറ്റുകളിലായിരിക്കും മത്സരിക്കുക എന്ന കാര്യത്തിലും ധാരണയായിരിക്കുന്നു. കഴിഞ്ഞ തവണ 5 സീറ്റുകൾ നേടിയ പാർട്ടിയാണ് HAM. അതുകൊണ്ട് തന്നെ നിർണായകമായ ജയം ഉറപ്പുള്ള സീറ്റുകൾ തന്നെയാണ് ഇത്തവണയും സിറ്റിംഗ് സീറ്റുകൾ അടക്കം HAMന് ലഭിക്കുക. അതേസമയം മഹാസഖ്യത്തിന്റെ സീറ്റ് ധാരണ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചകൾ നടന്നിരുന്നു. ഏതാണ്ട് ധാരണയായി എന്ന് സഖ്യകക്ഷികൾ ഉൾപ്പെടെ അറിയിച്ചിരുന്നെങ്കിലും 2 ദിവസം കൊണ്ട് മാത്രമേ ഇപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് ഇന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ചില സീറ്റുകളുടെ എണ്ണത്തിൽ തർക്കമുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ മത്സരിച്ച് 19 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാനായത്. ഇടത് പാർട്ടികളാകട്ടെ മികച്ച സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ തവണ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ഇടത് പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ VIPയും RLJPയും ഇത്തവണ മഹാസഖ്യത്തിന്റെ ഭാഗമായുണ്ട്. അവർക്കും സീറ്റുകൾ വിട്ടു നൽകേണ്ട സാഹചര്യം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് 10ലേറെ സീറ്റുകൾ ഇത്തവണ കുറയ്ക്കാനുള്ള ഒരു ആലോചനയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കോൺഗ്രസ് 60ഓളം സീറ്റുകൾ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നിലവിലെ ചർച്ചകൾ അനുസരിച്ച് കോൺഗ്രസിന് 50ഓ 55ഓ സീറ്റുകൾ മാത്രമാണ് ലഭിക്കാൻ സാധ്യത. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും 2 ദിവസത്തിനകം തന്നെ സീറ്റ് സംബന്ധിച്ചുള്ള ഒരു ധാരണ ഇരു മുന്നണികളിലെയും വ്യക്തമാകും. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 10-ന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളും മഹാരാഷ്ട്ര സന്ദർശനത്തിലാണ്. മടങ്ങിയെത്തിയ ശേഷം ചേരുന്ന യോഗത്തിലായിരിക്കും ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകുക. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയാണ് ഈ യോഗം ചേരുന്നത്. ഉന്മേഷ്, ഇന്നിപ്പോൾ പട്നയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഈ ഇടതുപക്ഷത്തിന്റെ സീറ്റ് വിഭജന കാര്യത്തിലടക്കം ഈ CPI ജനറൽ സെക്രട്ടറി ഒക്കെ അവിടെ എത്തിയിരുന്നുവല്ലോ ബൽറാം. ഉന്മേഷ്, ചർച്ചകൾ ഇന്നും തുടരുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ CPIക്കും CPIMനും 2 സീറ്റുകൾ വീതമാണ് വിജയിക്കാനായത്. അതേസമയം CPI-ML ആണ് മികച്ച പ്രകടനം, മികച്ച സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ തവണ കാഴ്ചവെച്ചത്. 12 സീറ്റുകൾ വിജയിക്കാൻ CPI-MLന് കഴിഞ്ഞിരുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന മേഖലകളിലായിരുന്നു ഇടത് പാർട്ടികൾക്ക് കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ തവണ അനുവദിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ മികച്ച പ്രകടനം മഹാസഖ്യത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ പുറത്തു വന്നത്. അതേസമയം കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരുന്ന 3ാം ഘട്ട മേഖല, ബീഹാറിന്റെ കിഴക്കൻ മേഖല, ബംഗാളിനോട് അടുത്ത് കിടന്ന മേഖലകളിലായിരുന്നു മഹാസഖ്യം ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചിരുന്നത്, കുറവ് സീറ്റുകൾ ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സഖ്യത്തിൽ സീറ്റ് വിഭജനം ഉൾപ്പെടെ പല കഴിഞ്ഞ തവണ കോൺഗ്രസിന് നൽകിയ സീറ്റുകൾ ചിലത് RJD ഏറ്റെടുക്കാനും മറ്റ് സീറ്റുകൾ വെച്ചുമാറാനുമുള്ള ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ട്. ഇടത് പാർട്ടികൾ CPIയും CPIMും സംയുക്തമായി 30 സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPIM 11 സീറ്റുകളും
CPI 24 സീറ്റുകളുമാണ് ഇത്തവണ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്രത്തോളം സീറ്റുകൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ 3 ഇടത് പാർട്ടികൾക്കും ഇത്തവണ മുന്നണിയിൽ നിന്നും ലഭിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. തേജസ്വി യാദവിനും അതിന് അനുകൂലമായ ഒരു നിലപാടുണ്ട്. എന്നാൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. അത് 60-ൽ കൂടുതൽ കുറയ്ക്കരുത്, ചുരുങ്ങിയത് 60 സീറ്റുകളിലെങ്കിലും മത്സരിക്കണമെന്ന ഒരു നിലപാട് കോൺഗ്രസിനുണ്ട്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇനിയും ധാരണയാകാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉന്മേഷ്, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.